ഡിയർ സ്റ്റുഡൻസ്, ബാലനഗർ ITIയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിഫറൻസ് ബിറ്റ്വീൻ നോർമൽ AC ആൻഡ് ഇൻവെർട്ടർ AC. ഒരു സാധാരണ ACയും ഇൻവെർട്ടർ ACയും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി നോർമൽ ACയുടെ ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കംപ്രസർ സ്പീഡ് നോർമൽ ACയിൽ ഫിക്സ്ഡ് ആയിരിക്കും. റൂം ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് കംപ്രസർ കട്ട് ഓഫ് ആകുകയും റൂം ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കംപ്രസർ വീണ്ടും സ്റ്റാർട്ട് ആകുകയും ചെയ്യുന്നു. ഇപ്രകാരം കംഫർട്ട് ടെമ്പറേച്ചറിലെത്തുമ്പോൾ കംപ്രസർ ഓഫ് ആകുകയും ടെമ്പറേച്ചർ കൂടി വരുമ്പോൾ വീണ്ടും സ്റ്റാർട്ട് ആകുകയും ചെയ്യുന്നതിനാൽ ഇലക്ട്രിസിറ്റി ഉപയോഗം വളരെയധികം കൂടുന്നു. ഇനി ഇൻവെർട്ടർ ACയുടെ കാര്യം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് പരിശോധിക്കാം. കംപ്രസർ വാരിയബിൾ സ്പീഡിലായിരിക്കും വർക്ക് ചെയ്യുക. റൂം ടെമ്പറേച്ചർ കുറയുമ്പോൾ സ്ലോ സ്പീഡിലും റൂം ടെമ്പറേച്ചർ കൂടുമ്പോൾ ഹൈ സ്പീഡിലും കംപ്രസർ വർക്ക് ചെയ്യുന്നതിനാൽ കംപ്രസർ ഓഫ് ആകുന്നില്ല. അതായത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കംപ്രസർ സ്പീഡ് കൂട്ടിയും ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് കംപ്രസർ സ്പീഡ് കുറച്ചും വർക്ക് ചെയ്യുന്നതിനാൽ കംപ്രസർ ഓഫ് ആകുന്നില്ല. വീണ്ടും സ്റ്റാർട്ടിംഗ് ആവശ്യമില്ലാത്തതിനാൽ ഇലക്ട്രിസിറ്റി ഉപയോഗം വളരെയധികം കുറയുന്നു. അടുത്തതായി നോർമൽ ACയുടെ എനർജി കൺസപ്ഷൻ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഓരോ പ്രാവശ്യം കംപ്രസർ ഓഫായി റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൂടുതൽ എനർജി ഉപയോഗിക്കുന്നു. അതായത് കൺസ്യൂം മോർ എനർജി. ഈ സാഹചര്യത്തിൽ ഇലക്ട്രിസിറ്റി ബിൽ കൂടുതലായിരിക്കും. ഇൻവെർട്ടർ ACയുടെ കാര്യത്തിൽ എനർജി കൺസപ്ഷൻ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇൻവെർട്ടർ ACയിൽ കംപ്രസർ ഓഫ് ആകാത്തത് കൊണ്ട് റീസ്റ്റാർട്ടിംഗ് പ്രശ്നം ഉണ്ടാകുന്നില്ല. അതിനാൽ കുറച്ച് എനർജി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. കൺസ്യൂം ലെസ് എനർജി. ഇൻവെർട്ടർ ACയെ അപേക്ഷിച്ച് നോർമൽ ACയിൽ ഇലക്ട്രിസിറ്റി ബില്ല് കൂടുതലായിരിക്കും. നോർമൽ ACയിൽ നോയ്സ് പ്രോബ്ലം എങ്ങനെയാണെന്ന് നോക്കാം. കംപ്രസർ ഔട്ട്ഡോർ യൂണിറ്റിൽ നിന്നും നോയ്സ് കൂടുതലായിരിക്കും. മോട്ടർ ഓൺ ആൻഡ് ഓഫ് ആകുമ്പോൾ നോയ്സ് കൂടുന്നു, അതായത് മോർ നോയ്സ്. ഇൻവെർട്ടർ ACയിൽ കംപ്രസർ ഓൺ ആൻഡ് ഓഫ് പ്രശ്നമില്ലാത്തതിനാൽ നോർമൽ ACയെ അപേക്ഷിച്ച് നോയ്സ് കുറവായിരിക്കും, അതായത് ലെസ് നോയ്സ്. അടുത്തതായി നോർമൽ ACയുടെ കൂളിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ടെമ്പറേച്ചർ വ്യത്യാസപ്പെടുന്നതിനാൽ കൂളിംഗ് മാറ്റങ്ങളുണ്ടാകാം, അതായത് അൺഈവൻ കൂളിംഗ് ആയിരിക്കും. ഇൻവെർട്ടർ ACയിൽ കംപ്രസർ സ്പീഡ് കൂട്ടിയും കുറച്ചും ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനാൽ യൂണിഫോം കൂളിംഗ് ആയിരിക്കും. കംപ്രസർ എഫിഷ്യൻസി നോക്കുകയാണെങ്കിൽ നോർമൽ ACയിൽ ഇൻവെർട്ടറിനെ അപേക്ഷിച്ച് എഫിഷ്യൻസി കുറവായിരിക്കും. അതായത് ഇൻവെർട്ടർ ACക്ക് നോർമൽ ACയേക്കാളും എഫിഷ്യൻസി കൂടുതലായിരിക്കും. ഇൻവെർട്ടർ ACക്ക് ഹൈ എഫിഷ്യൻസി ആയിരിക്കും. റെഫ്രിജറൻറ്റിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ നോർമൽ ACയിൽ സാധാരണയായി R22 റെഫ്രിജറൻ്റാണ് ഉപയോഗിച്ച് വരുന്നത്. HCFC 22 ഹൈഡ്രോ ക്ലോറോ ഫ്ലൂറോ കാർബൺ 22. ഈ റെഫ്രിജറൻറ്റിൽ ക്ലോറിൻ്റെ സാന്നിധ്യം ഉള്ളതിനാൽ ഓസോണിനെ ബാധിക്കുന്നു. ഇൻവെർട്ടർ ACയിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന റെഫ്രിജറൻറ്റുകൾ R410A R32 റെഫ്രിജറൻറ്റുകളാണ്. ഇവ HFC റെഫ്രിജറൻറ്റുകളാണ്. ഓസോണിനെ ബാധിക്കുന്നില്ല. ഇനി നോർമൽ ACയുടെ കോസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇൻവെർട്ടർ ACയെ അപേക്ഷിച്ച് ലെസ് കോസ്റ്റ് ആയിരിക്കും. ഇൻവെർട്ടർ ACക്ക് സാധാരണ ACയേക്കാളും കോസ്റ്റ് കൂടുതലായിരിക്കും. അതായത് ഇൻവെർട്ടർ AC വാങ്ങുന്നത് എക്സ്പെൻസീവ് ആയിരിക്കും. എന്നിരുന്നാലും നോർമൽ ACയെ അപേക്ഷിച്ച് ബെറ്റർ പെർഫോമൻസ് ആണ് ലഭിക്കുന്നത്.